ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആക്ഷൻ്റെ ഒരു ക്ലാസ് എടുക്കാമെന്ന് പറയായിരുന്നു. ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സബ്ജക്റ്റാണ്. അതായത് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീരാൻ ഉള്ള സംഗതിയല്ല പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ആക്ഷനകത്തിൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കാറുണ്ട്, വളരെയധികം കാര്യം. ഇതൊക്കെ ഒന്നിച്ചൊരു ക്യാപ്സൂൾ പരിവാക്കി നിങ്ങൾക്ക് തന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ തലയിൽ നിൽക്കത്തില്ല. നിങ്ങൾ ഇന്ന് ചിലപ്പോൾ കേൾക്കുമായിരിക്കും, പക്ഷേങ്കിൽ സംഭവം നിങ്ങൾ മറന്നുപോകും. അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് ഏറ്റവും ഒരു എസ്പെഷ്യലി ഒരു ഇൻട്രാഡേ ട്രേഡറിന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ഓർമ്മയിരിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് അത് മാർക്കറ്റിൽ അത് പരീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനൊരു 3-4 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ. കാരണം എല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് നീണ്ടുപോകും, പിന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവധി കിട്ടുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്ലാസ്സുകൾ നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ പരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 5-6 കാര്യങ്ങൾ പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. 1-2 പ്രാവശ്യം വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. അപ്പം ഞാനിത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ ഈ കേൾക്കുന്നവരും കാണുന്നവരെല്ലാം ദയവ് ചെയ്ത് ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോകളെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാൻ എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരോട് പറയുകയാണ്, ഞാൻ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പം പിന്നെ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇപ്പോൾ ആകെ ഏകദേശം 7 വീഡിയോ കണ്ടേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. എസ്പെഷ്യലി പ്രൈസ് ആക്ഷൻസ് അല്ലെങ്കിൽ വീക്കിലി അനാലിസിസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ അതൊരു ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ? പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിന് മുമ്പേ വരയും കുറികളൊക്കെ നമ്മൾ ചാർട്ട് നടത്തും. പക്ഷേ ഈ വരയും കുറികളുമൊക്കെ ഈ ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്സ്, അതിനാണ് പ്രൈസ് ആക്ഷൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എങ്ങോട്ട് ചലിക്കുന്നു, എങ്ങനെ ചലിക്കുന്നു എന്ന് ക്യാൻഡിൽ സ്റ്റിക്സുകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഏതൊരു സ്ട്രാറ്റജി ആയാലും ഏതൊരു പാറ്റേൺ ആയാലും എന്ത് സംഭവമാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ആക്ഷൻസും അല്ലെ ഒരു പിന്നെ ഇൻഡിക്കേറ്റേഴ്സും 100% മാർക്കറ്റിൽ വർക്ക് ചെയ്യത്തില്ല. ഞാൻ അടിവരയിട്ട് ഒന്നുകൂടെ പറയുകയാണ്, ഒരു ഇൻഡിക്കേറ്റേഴ്സും നിങ്ങളുടെ ഒരു സ്ട്രാറ്റജികളും 100% മാർക്കറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോബബിലിറ്റികളാണ്, സാധ്യതകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ആ സാധ്യതകൾക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇല്ലേ? 100% ഒരു സാധ്യത എന്ന് പറയുമ്പോൾ അത് നടക്കുമായിരിക്കും. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഒരു കുറച്ച് ശതമാനത്തിന് ഒരു വിശ്വാസക്കുറവുണ്ട് ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ഒരു 75%, 50 മുതൽ 70% വരെ മാത്രമേ നിങ്ങൾ ഇതിൽ വിശ്വസിക്കാവൂ. എന്തൊരു കാര്യമാണെങ്കിലും, നിങ്ങൾ ഇൻഡിക്കേറ്റർ ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ആണെങ്കിലും എന്തുവാണെങ്കിലും ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് 50 മുതൽ 75% വരെയാണ്. ബാക്കി 25% അതിന് മുകളിലോ ഇത് ഫെയിൻ ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇനി നാളെ ഞാനല്ല വേറൊരാളാണേലും നിങ്ങളോട് പറയുകയാണ് 100%, ചിലപ്പോൾ മാർക്കറ്റിൽ കണ്ടിട്ടില്ലേ 100% വിജയിക്കുന്ന സ്ട്രാറ്റജി. നോ, അങ്ങനെ ഒരു സ്ട്രാറ്റജിയേ ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു സംഭവം 100% വിജയിക്കുന്ന ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ വിശ്വസിക്കേണ്ട, അത് ഫേക്ക് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും സാധ്യതകളെ പറ്റി സംസാരിക്കുന്നത്. ആ സാധ്യതകൾ എന്താണെന്ന്, ആ സാധ്യതകളെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുകയാണ്. അതാണ് ചെയ്യുന്നത് നമ്മൾ. മനസ്സിലായില്ലേ? നമ്മളൊരു സാധ്യത കണ്ടു, ആ സാധ്യതയെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകുന്നുള്ളത് നമ്മൾ മാർക്കറ്റിന്റെ പല ഘടകങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി അങ്ങനെ ട്രേഡ് എടുത്ത് വിജയിപ്പിക്കും. ഓക്കെ, അതാണ് സാധ്യതകൾ. അതാണ് ഈ പ്രൈസ് ആക്ഷൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ പ്രൈസ് ആക്ഷൻസിനകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസ് എല്ലാം കൂടെ നമ്മുടെ തലയിലൊന്നും കയറി നിൽക്കത്തില്ല. അപ്പം ഞാൻ പാറ്റേൺസിനേക്കാൾ കൂടുതൽ ചാർട്ടിനകത്തിൽ രൂപപ്പെടുന്ന ഓരോ ക്യാൻഡിലും ആ ക്യാൻഡിലുകളുടെ സ്വഭാവം, അതിൽ 5-6 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം, 2-3 കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ തുറന്നു വെച്ചേക്കുന്നത് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ ചാർട്ടാണ്. കാരണം ഞാൻ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അതാണ് ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ചാർട്ട് തന്നെ തുറന്നു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവങ്ങളും 100% വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, 50 മുതൽ 75% വരെയാണ് ഇതിന്റെ പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിനകത്തോട്ട് വരാം. ഈ ചാർട്ടിനകത്തിൽ ഇന്നത്തെ ചാർട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ചാർട്ടിനകത്ത് ഇന്നത്തെ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ചാർട്ടിൽ ഞാൻ ഓൾറെഡി നമ്മുടെ പോസ്റ്റ് മാർക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇതിനെപ്പറ്റി സംസാരിച്ച കാര്യമില്ല, ഓൾറെഡി ഞാനിത് പറഞ്ഞു അതിനെപ്പറ്റി. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും എടുക്കാം. ഓക്കെ, വേറെ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് വേണ്ട ഇവിടെ, ഇതും വേണ്ട, ഇത് വിട്ടേ, ഇത് ഓക്കെ, നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പം ഒരു ഇന്നലത്തെ മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ നല്ലപോലെ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തതാണ് ഈ ക്യാൻഡിൽ. ഞാൻ ഇന്നലെ പറഞ്ഞതിനെ പറ്റി മർബോസു എന്ന് പറഞ്ഞൊരു സംഭവം വരാം. ഇത് അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഈ മർബോസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതും വിടാം. നമുക്കിത് ഈ ഒരു ക്യാൻഡിൽ എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സിനാരിയോ എടുക്കും. ഈ ഒരു സിനാരിയോ 15-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴോട്ട് ഡൗൺ വന്നു, ഇവിടെ തിരിച്ചൊരു റിവേഴ്സലാണ്. ഓക്കെ, ഈ റിവേഴ്സലിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡില് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം നല്ലൊരു ഡൗൺഫോൾ വന്നു ഇല്ലേ, നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെ വന്നു. ഈ സെല്ലിംഗ് പ്രഷർ വന്നിട്ടും മാർക്കറ്റ് ബയേഴ്സ് ഇതിനെ ഇവിടുന്ന് തിരിച്ച് വലിച്ചു കയറ്റി നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് അതായത് ഇവിടെ ഇത്രയും സെല്ലിംഗ് പ്രഷർ വന്നിട്ടും ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. ബയേഴ്സ് വളരെയധികം പെർഫോം ചെയ്തു, വളരെയധികം ഇവിടെ വാങ്ങിക്കൂട്ടി എന്ത് ചെയ്തു, അതായത് അന്ന് വാങ്ങിക്കൂട്ടിയത് കൊണ്ട് മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി. അപ്പൊ നമ്മൾ ഈ ഒരു ക്യാൻഡിലിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇത്രയും സെല്ലിംഗ് പ്രഷർ, ഇവിടുന്ന് ഇവിടം വരെ ഇത്രയും സെല്ലിംഗ് പ്രഷർ വന്നിട്ടും ഇവിടെ ബയേഴ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. അങ്ങനെ ആക്റ്റീവ് ആയതിന്റെ ഫലമായിട്ടാണ് ഈ ക്യാൻഡിൽ ഇവിടെ ഇത്രയും വിക്ക് രൂപപ്പെട്ടത്, ഇങ്ങനെ ഒരു ടെയിൽ രൂപപ്പെട്ടത്. കാരണം എന്താ, മാർക്കറ്റ് ഇവിടം വരെ വലിയൊരു ഹ്യൂജ് ക്യാൻഡിൽ വന്നു, എന്നിട്ടും ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി. കാരണം ഇവിടെ ബയേഴ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ എന്താണ്, ബയേഴ്സ് ആക്റ്റീവാണ്. അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് ഈ ഒരു ലോങ് വീക്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ചിലപ്പോൾ തെറ്റായിട്ട് സംഭവിക്കാം, എന്നാൽ നമുക്കൊരു ധാരണ കിട്ടി. എന്താണ് ഈ ഒരു ആക്ഷൻ കൊണ്ട്, ഈ ഒരൊറ്റ ക്യാൻഡിലിന്റെ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടെ ഇത്രയും സെല്ലിംഗ് പ്രഷർ വന്നിട്ടും ഇവിടുന്ന് തിരിച്ചു കയറാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണെന്ന് ഈ ലോങ് വീക്ക് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ ഒരു സംഭവം സിനാരി എവിടെയെങ്കിലും വരുവാണെങ്കിൽ, ഇങ്ങനെ ലോങ് വിക്ക് താഴേന്ന് മേലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം ഇവിടെ ഒരു ബൈങ് പ്രഷർ ഉണ്ട്, മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയോണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത സംഭവം അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇപ്പോഴും സെല്ലിംഗ് ആണ്, റെഡ് ക്യാൻഡിലാണ് ഇല്ലേ. അപ്പൊ നമുക്കിനി ഒരു കൺഫർമേഷൻ വേണം. എന്ത് വേണം, മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫർമേഷൻ വേണം. ആ കൺഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് 5 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ നമ്മൾ സാധാരണ ഇതിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മളിൽ ലോങ് അല്ല, ഇൻട്രാഡേ ആണല്ലോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നു, ഒരു മൂവ്മെന്റ് കിട്ടിയ വിൽക്കുന്നു, നമ്മൾ മാറുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ ഓപ്ഷൻസിനകത്തിൽ. അപ്പം നമ്മൾ അതിനകത്തിൽ ചെയ്യുന്നത്
അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പം നമുക്ക് 5 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം മതി. അപ്പൊ ഈ ടൈം ഫ്രെയിം ഈ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു സംഭവം സിനാരിയോ വന്നു. ഇങ്ങനെ ഒരു സിനാരിയോ ശരി നമ്മൾ ഇനി ഒരു കൺഫർമേഷൻ വേണം. എന്തുവാ ഇപ്പോഴും സ്റ്റിൽ റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വേണം, എന്താണ് മാർക്കറ്റ് മേലോട്ട് പോവോ ഇല്ലയോ. അപ്പൊ അങ്ങനെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ വന്നു. ആ നെക്സ്റ്റ് ക്യാൻഡിൽ വന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്നത് എന്ത് ചെയ്യണം, ഇനി ഇവിടെ ഒരു സെല്ലിംഗ് ആണ്, ഒരു ഡൗൺ ട്രെൻഡ് ആണ് വരേണ്ടതെങ്കിൽ ഈ വരുന്ന ഈ ക്യാൻഡിലിനെ നമുക്ക് വേണമെങ്കിൽ മദർ ക്യാൻഡിൽ എന്ന് വിളിക്കാം. ഈ ഒരു ക്യാൻഡിലിനെ നമുക്ക് മദർ ക്യാൻഡിൽ എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ഒരു മെയിൻ ക്യാൻഡിൽ. ഈ ക്യാൻഡിലിനെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പൊ അടുത്ത ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിൽ വന്നപ്പോഴും താഴെ വിക്ക് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ വിക്കിനെ കടന്ന് താഴോട്ട് ക്ലോസിങ് കിട്ടിയില്ല നമുക്ക്. ഓക്കെ, ഇതാണ് ഒരു ഈ ക്യാൻഡിൽ എടുക്കുമ്പോൾ ഈ ഫുൾ ബോഡി, ഈ ഫുൾ ക്യാൻഡിലാണ് നമുക്ക് എടുക്കാം, കൺസിഡർ ചെയ്യുക. ഇത്രയും ഇവിടുന്ന് തിരിച്ചു പോയി ഇതിങ്ങനെ നിൽക്കുന്നു. ഇനി ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ അടുത്ത് വീഴുന്ന ക്യാൻഡില് ഈ വിക്കിന് താഴെ ക്ലോസ് ചെയ്യണം. ഈ വിക്കിന് താഴെ ക്ലോസ് ചെയ്യണം. നമ്മൾ ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആ ക്യാൻഡിൽ എന്ത് ചെയ്തില്ല, ഈ വിക്കിന് താഴെ ക്ലോസ് ചെയ്തില്ല. അപ്പോഴും പിന്നെ ഒരു പ്രോബബിലിറ്റി കൂടി. അടുത്ത ക്യാൻഡിൽ വീണ്ടും വീണു. എന്നിട്ടും ആ ക്യാൻഡിൽ ഈ മദർ ക്യാൻഡിലിനെ താഴെ ക്ലോസ് ചെയ്തില്ല. മനസ്സിലായോ? വളരെ ചെറിയ ഒരു സെല്ലിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ സെല്ലിങ്, ഇവിടെ ഒരു ചെറിയ സെല്ലിങ്. ഒരിക്കലും ഈ മദർ ക്യാൻഡിൽ, ഈ മെയിൻ ക്യാൻഡിലിന്റെ താഴെ ക്ലോസിങ് കഴിഞ്ഞപ്പോൾ നമുക്കില്ല. നമ്മൾ ഈ സംഭവം കണ്ടത് ഫേക്ക് ആണ്. ഓക്കെ, ഫേക്ക് ആണെന്ന് നമുക്ക് പറയാം. എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യുന്നത്, അടുത്ത ക്യാൻഡിലുകളുടെ സ്വഭാവം അനുസരിച്ച്. അപ്പൊ മൂന്നാമത് വീണ ക്യാൻഡിലും എന്ത് ചെയ്തില്ല, ഈ ക്യാൻഡിലിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തില്ല. താഴെ വന്ന് ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ട്രേഡ് വിടാം. നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ ഫസ്റ്റ് ക്യാൻഡിൽ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് ഫേക്ക് ക്യാൻഡിൽ എന്ന് പറയും. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചു, ഇല്ലേ? മദർ ക്യാൻഡിലിനെ ഒരിക്കലും കവർ ചെയ്ത് ഒരു അടുത്ത റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല. അപ്പോൾ വീണ്ടും നമുക്ക് എന്തുവാ, നമ്മളുടെ ഒരു ബൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം നമ്മൾ വീണ്ടും അടുത്ത ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, അടുത്ത ക്യാൻഡിൽ എന്താണ് സംഭവിച്ചത്, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, പ്രീവിയസ് റെഡ് ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് ചെയ്തു. കണ്ടോ, മനസ്സിലായോ? ഒരു പ്രീവിയസ് റെഡ് ക്യാൻഡിലിന്റെ മുകളിലാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് കൺഫേം ആയി. എന്താ കൺഫേം ആയത്, ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നു. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. ഈ മദർ ക്യാൻഡിൽ താഴെ ഒരു റെഡും ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ട്രേഡ് നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തോ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്, ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടെ ഈ വിക്കിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ട്രേഡ് നടക്കും. ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു ട്രേഡ് നടക്കും. ഇനി വീണ്ടും നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ അടുത്ത ക്യാൻഡിൽ നോക്കാം. അടുത്ത ക്യാൻഡിൽ എന്താ, ഒരു ചെറിയ റെഡ് ക്യാൻഡിലാണ് വീണത്. ഈ ഗ്രീൻ ക്യാൻഡിലിന് താഴെ എന്ത് ചെയ്തില്ല, അത് ക്ലോസ് ചെയ്തില്ല. കാരണം അല്ല, ഇനിയിപ്പോൾ നമ്മൾ ഡബിൾ കൺഫർമേഷൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം ഇല്ല, ഇവിടെ ഇത്രയും ചെയ്ത് കണ്ടിട്ട് വിശ്വാസം ഇല്ല എന്ന് വരുവാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ നോക്കി. ആ ക്യാൻഡിൽ നോക്കിയപ്പോൾ എന്താ, അത് റെഡ് ക്യാൻഡിലാണ്. പക്ഷെ ആ റെഡ് ക്യാൻഡിൽ ഈ പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിലിന് താഴെ വന്ന് വേണം ക്ലോസ് ചെയ്യാൻ, അങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ ഒരിക്കലും സംഭവിച്ചില്ല. അപ്പം ഇനിയും പിന്നെ 100% ആക്രോസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് അടുത്ത ക്യാൻഡിൽ വീണ്ടും നോക്കാം. അതെന്താണ് സംഭവിച്ചത്, ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, അതിന്റെ ഈ പ്രീവിയസ് റെഡ് ക്യാൻഡിലിന്റെ മുകളിലാണ് ആ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അപ്പൊ ഏറെക്കുറെ ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ കണ്ടപ്പോൾ നമുക്ക് കൺഫർമേഷൻ ആയി. എന്താണ് കൺഫർമേഷൻ, ഇവിടുന്ന് ഒരു മുകളിലോട്ടൊരു ബുള്ളിഷ് മൊമെന്റം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. അതുകൊണ്ട് നമ്മളിവിടെ ട്രേഡ് എടുത്തു. സ്റ്റോപ്പ് ലോസ് ഏതായിരിക്കും, ഈ വീക്ക് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നോക്കിക്കേ മാർക്കറ്റ് എങ്ങോട്ട് പോയെന്ന്. ഇവിടുന്ന് കയറി മാർക്കറ്റ് ഒരു ബുള്ളിഷ്, ആ ഒരു ദിവസം ഫുള്ള് ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് നിലനിർത്തി തന്നു, ഇല്ലേ? നമ്മളിങ്ങനെയാണ് ഒരു ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ദൂരമൊന്നും പോകത്തില്ല, അതിനുള്ള മാന കപ്പാസിറ്റി ഒന്നും നമുക്ക് ആർക്കും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത്രയും ഒരു ക്യാൻഡിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങി നമുക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇത്രയും ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഒരു 20 ഇൻ ദ മണി ആണെന്നുണ്ടെങ്കിൽ ഒരു 25-30 പോയിന്റ് നമുക്ക് സുഖമായിട്ട് നമുക്കിവിടെ കിട്ടും.
ഇതാണ് ഒരു 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 പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പം ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ ഇങ്ങനെ ഒരു ലോങ് വിക്ക് താഴെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ആ ലോങ് വിക്കിന്റെ താഴെ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. ഏറെക്കുറെ മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ തിരിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് സിനാരിയോ നമുക്ക് നോക്കാം. എന്താണ്? ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏറ്റവും മുകളിൽ വരെ പോയിട്ട് നേരെ താഴോട്ട് വന്നു ഒരു ചെറിയ ഗ്രീൻ ആയിട്ട് ഇത് ഉൾട്ട അടിച്ചു കഴിഞ്ഞാൽ, ഇത് ഉൾട്ട അടിച്ച് ഈ നേരെ ഓപ്പോസിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആക്ഷൻ തന്നെ ആയി സംഭവിക്കുന്നത്. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, നല്ലൊരു ഒരു വലിയ ലോങ് വിക്ക് വന്നു, ഇവിടെ ചെറിയൊരു ഗ്രീൻ മാത്രം നിന്നിട്ട് പിന്നെ ഇതുപോലെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിന്റെ താഴെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അങ്ങനെ വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഒരു ഓപ്പോസിറ്റ് ട്രേഡ്, ഒരു പി ട്രേഡ് നമുക്കിവിടെ എടുക്കാൻ പറ്റും. അത് ഞാൻ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു സിനാരിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് അടുത്തൊരു ഒരു സിനാരിയോ പറയാനുള്ളത്, ഇവിടെ നിന്നേ ഈ പറഞ്ഞ അതേ ആക്ഷൻ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ പറഞ്ഞ അതേ ആക്ഷൻ തന്നെ, പക്ഷെ ഇവിടെ ഒരു ചെറിയ വിക്കാണ്. ചെറിയ വിക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിൽ നിന്ന് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഒരു 3-4 ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഡൗൺ വന്നു. ഒരിക്കലും ഈ മദർ ക്യാൻഡിലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നോക്കി ഇവിടെ നോക്കി, ഈ മദർ ക്യാൻഡിലിനെ ഒരിക്കലും ഇത് ക്രോസ് ചെയ്ത് താഴോട്ട് വന്നിട്ടില്ല. ഈ മദർ ക്യാൻഡിലിനെ താഴോട്ട് ക്രോസ് ചെയ്ത് വരാത്തിടത്തോളം കാലം നമുക്ക് ഇവിടുന്ന് ബുള്ളിഷ് മൊമെന്റം കിട്ടും. അത് ഈ 3 ക്യാൻഡിൽ വീണിട്ട്, ഇവിടത്തെ തന്നെ 3 ക്യാൻഡിൽ വീണിട്ടും ഇതിനെ ക്രോസ് ചെയ്തില്ല. അടുത്ത വീണ്ടും ഒരു റെഡ് വീണു, പക്ഷെങ്കിൽ താഴെ ക്രോസ് ചെയ്തില്ല. അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഈ ഗ്രീൻ ക്യാൻഡിൽ വീണ് നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മനസ്സിലായോ? ഒരിക്കലും ഇതിനെ മദർ ക്യാൻഡിൽ എന്ന് വിളിക്കുക. ഈ മദർ ക്യാൻഡിലെ ക്രോസ് ചെയ്ത് താഴോട്ട് വരാത്തിടത്തോളം കാലം നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കണ്ടോ. ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ നമ്മളൊരു പിന്നെ ട്രേഡ് എടുത്തു. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. മനസ്സിലായി? ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഇത് മനസ്സിൽ ദഹിക്കണമെന്നില്ല. പക്ഷെ പല പ്രാവശ്യം നിങ്ങൾക്ക് ചാർട്ടിനകത്ത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉടക്കണം. ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ ഉടക്കണം. ഇങ്ങനെയുള്ള സിനാരിയോ നിങ്ങൾ കണ്ടുപിടിക്കണം ചാർട്ടിനകത്തിൽ. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രീവിയസ് ചാർട്ടുകളിൽ അതിൽ പരിശോധിക്കണം എവിടെയൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ തപ്പി തിരയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശരിക്കും പലയിടത്തും ഇതുപോലത്തുള്ള ആക്ഷൻസ് നടന്നിട്ടുണ്ടായിരിക്കും. മനസ്സിലായി? അങ്ങനെയുള്ള ആക്ഷൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ അങ്ങനെ ട്രേഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഇതൊരു സിനാരിയോ. ഇനി വേറെ നമുക്ക് പറയാനുള്ളത്, ഇവിടെയും കണ്ടോ, ഇവിടെ അതുപോലെ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. ഇവിടെ ഇങ്ങനെ റെഡ് ക്യാൻഡിൽ വന്നു, അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വീണത്. ഈ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് എന്ത് പറ്റി? ഈ റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തോ? ഇല്ല, താഴെ ക്ലോസ് ചെയ്യാതെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. പക്ഷെ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കത്തില്ല, അടുത്തൊരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അടുത്ത് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഇവിടെ ഒരു ട്രേഡിൽ ഇറങ്ങാൻ പറ്റും. നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രേഡ് ഇറങ്ങാൻ പറ്റും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സിനാരിയോ പറയാനുള്ളത്? ഇതിപ്പോൾ വീഡിയോ നീണ്ടുപോകും ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ. എനിവേ ഞാൻ നോക്കട്ടെ, വേറെ എന്താ പ്രൈസ് ആക്ഷൻസിനാണ് നിങ്ങൾക്ക് പറയാൻ പറ്റിയത് നമുക്ക്. നമ്മളിനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ട സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. ഇത് ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ട്രേഡുകൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിനകത്തിൽ വേറെ പാറ്റേൺസ് വല്ല രൂപപ്പെടുന്നുണ്ടോ നമുക്ക് നോക്കാം. പാറ്റേൺസ് രൂപപ്പെടുന്നത് നോക്കണമെങ്കിൽ കുറേ തപ്പിപ്പിടിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മൾ മാർക്കറ്റ് ഇവിടെ തന്നെ വരച്ച് കാണിക്കുക. മാർക്കറ്റ് ഇങ്ങനെ പോയി, ഓക്കെ, ഇങ്ങനെ വന്ന് ഇങ്ങനെ വീഴുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? ഇതിന് പറയുന്നത് എം പാറ്റേൺ എന്ന് പറഞ്ഞത്. എം പാറ്റേൺ. ഈ എം പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് കൺഫർമേഷൻ ആക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ,
ഇപ്പം താഴെ നിന്ന് കയറി വരുന്നൊരു മാർക്കറ്റാണ്. നമുക്ക് ഇതുപോലെ ഇതിനകത്ത് പ്രീവിയസ് ചാർട്ടിൽ പരതി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എം ചാർട്ടും കണ്ടുപിടിക്കാൻ പറ്റും. സമയം പക്ഷെ എങ്ങനെ അങ്ങ് കടന്നു പോവാ. ഓക്കെ, ഞാൻ ആ സീൻ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് കയറി വരികയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഡൗൺ തന്നു, ഇങ്ങനെ ഒരു സംഭവം വന്നു, നേരെ തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് നേരെ ഇവിടെ വരെ വന്നു. ഇത്രയേ ഉള്ളൂ സിനാരിയോ. ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇനി മാർക്കറ്റ് ഇവിടെ ഇനി എന്ത് ആക്ഷൻ നടക്കും നമുക്ക് അറിയത്തില്ല, ഇല്ലേ? മേ ബി ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകും, ഇവിടുന്ന് മാർക്കറ്റ് ഒന്നുകിൽ മേലോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടുന്ന് താഴോട്ട് വരും. അപ്പൊ നമുക്ക് ഈ എം പാറ്റേണിന്റെ അവിടെ ഇവിടെ ഒരു 2 പോയിന്റ് കിട്ടും. നമുക്കിവിടെ 2 പോയിന്റ് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇതിന് പറയുന്നത് ഡബിൾ. ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നാൽ, ഇത് എം പാറ്റേൺ ആയി, ഇതൊരു ഡബിൾ ടോപ്പ്. ഇങ്ങനെയുള്ള സിനാരിയോയില് ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ തിരിച്ച് അവിടുന്ന് ഒരു 5 മിനിറ്റ്സോ അല്ലെ 15 മിനിറ്റ്സോ ക്യാൻഡിൽ റെഡ് താഴോട്ട് തന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരും തന്നെയാണ് ഈ പാറ്റേൺ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു, നേരെ തിരിച്ചു വന്നു, ഇതിപ്പോ ഒരു എൻ പോലെ ഫോം ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പരതുക. അപ്പൊ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും? ഒന്നുകിൽ അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഈ പോയിന്റ് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ വരയ്ക്കും. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ലൈൻ വരച്ചതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നോക്കും. ഇവിടുന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സി കോൾ എടുക്കാൻ പറ്റും. അല്ല, ഇവിടുന്ന് നേരെ തിരിച്ച് താഴോട്ടാണ് വരുന്നെങ്കിൽ ഇതൊരു ഡബിൾ ബോട്ടം ഫോർമേഷൻ ആയി, പിന്നെ ഇതൊരു എം പാറ്റേൺ ഫോർമേഷൻ ആയിരിക്കും. അങ്ങനെ ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ ഈ ലൈൻ വരെ ഇവിടം വരെ വരാനുള്ള സാഹചര്യം ഈ പാറ്റേണിനുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇവിടുന്ന് കയറി വരുന്ന ഒരു ചാർട്ട് നേരെ തിരിച്ച് ഇവിടെ വന്നു ഇങ്ങനെ ഒരു എം പാറ്റേൺ ആണ് ഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷെ എം പാറ്റേൺ മുന്നായിട്ട് ഒരു എൻ പാറ്റേൺ ഇവിടെ ഫോം ആയി. ഓക്കെ, ഒരു എൻ പാറ്റേൺ ഫോം ആയതിനു ശേഷം ഇവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വരുന്നത്? ഈ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഈ ലൈനെ ഇതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ മേലോട്ട് തന്നെ പോകും. ഇല്ല, ഇവിടുന്ന് തട്ടി നേരെ തിരിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ ഓപ്പർച്യൂണിറ്റി അവിടെയാണ്. ഇവിടുന്ന് തട്ടി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ആ ട്രേഡ് നമുക്ക് ഇവിടം വരെ കിട്ടും. ഈ എം പാറ്റേൺ എവിടുന്നാണ് തുടങ്ങിയത് തിരിച്ച് അവിടുന്ന് അപ്പുറമോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇവിടെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടാർജറ്റ് വെക്കാൻ പറ്റും. എവിടെയാണ്? ഈ എമ്മിന്റെ ഈ താഴത്തെ ഈ ഒടിവുണ്ടല്ലോ ഇവിടെ, ഇത് നമുക്കൊരു കൺഫർമേഷൻ. ഇതായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് ഇവിടെ ആയിരിക്കും. ഇത് ക്രോസ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ എം പാറ്റേണിന്റെ ബോട്ടം എവിടെയാണോ അവിടം വരെ വരും സെക്കൻഡ് ടാർജറ്റ്. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ? വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു എം പാറ്റേൺ ഫോം ചെയ്ത് വരുന്നു. ആദ്യം ഒരു എമ്മിന് മുന്നേ ഒരു എൻ ഉണ്ടാവും. ഓക്കെ, ഈ എൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ മേലോട്ട് പോകും. അല്ല, ഇവിടുന്ന് ഒടിഞ്ഞ് നേരെ തിരിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ഇവിടെ നോക്കിയിട്ട് ഈ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വരും, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വരെ വരും. മനസ്സിലായല്ലോ പറഞ്ഞേ? അപ്പം എം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് തിരിച്ച് ഡബ്ല്യു പാറ്റേൺ. ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഡബ്ല്യു പാറ്റേൺ ആവും. അപ്പം ഡബിൾ ബോട്ടം വരും. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, സമയം ഒത്തിരി പോകുന്നു. സമയം മുമ്പ് നിങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇതിപ്പം ഇതിങ്ങനെ നിൽക്കാന്ന് വിചാരിച്ചോ. ഇതൊരു ഡബ്ല്യു പാറ്റേൺ. ഓക്കെ, ഇത് ഇവിടുന്ന് മേളിൽ നിന്ന് ഒരു സംഭവം നേരെ താഴോട്ട് വരുന്നു. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ട് വന്നിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി.
മുകളോട്ട് പോയിട്ട് നേരെ വീണ്ടും തിരിച്ച് താഴോട്ട് ഇതേ പോയിന്റിൽ വന്നതിന് ശേഷം താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന മുകളോട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന നമ്മൾ നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് പറ്റും? ഇവിടുന്ന് മേലോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടം വരെ, ഈ ബോട്ടം ലൈൻ വരെ, ഇവിടം വരെ നമുക്ക് കിട്ടും. ഈ ലൈൻ വരെ ഈ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ ആയിരിക്കും. പിന്നെ ഇത് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഈ ഈ ഈ ഈ മൊമെന്റം നമുക്ക് ഇവിടം വരെ കിട്ടും. ഈ മൊമെന്റം ഇവിടം വരെ നമുക്ക് കിട്ടും. ഇതാണ് ഡബ്ല്യു പാറ്റേൺ. എം പാറ്റേണും ഡബ്ല്യു പാറ്റേണും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടായ. മനസ്സിലായി പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴോട്ട് വരുന്നൊരു മാർക്കറ്റ് മേലോട്ട് തന്നു, പിന്നെ തിരിച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. തിരിച്ച് ഇതേ പോയിന്റിൽ നിന്ന് തന്നെ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ മാർക്കറ്റ് താഴോട്ട് പോകും. ഇല്ല, ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഡബ്ല്യുവിന്റെ നടുക്കത്തെ ഈ പോയിന്റ് ആയിരിക്കും. ഇത് ക്രോസ് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എവിടെയാണ് തുടങ്ങിയത് അവിടം വരെ ഇത് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് പിന്നെ ഡബ്ല്യു പാറ്റേൺ. അപ്പൊ എം പാറ്റേൺ ഡബ്ല്യു പാറ്റേണും ഏകദേശം ഒരുപോലാണ്, ഉൾട്ടയാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് നമ്മൾ ഈ പറയുന്ന എല്ലാവരും പറയും ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ? ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ചാർട്ടിനകത്തില് ഒരിക്കലും ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വരയ്ക്കുമ്പം ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത് സാധാരണ. പക്ഷെ ചാർട്ടിനകത്തിൽ ഇങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, സാധാരണ ഈ ചാർട്ടിനകത്ത് വരുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ചാർട്ടിനകത്ത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നു ഇങ്ങനെയായിരിക്കും ചാർട്ടിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സമയം ഇങ്ങനെ കൂടി പോകും. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നിർത്താം. പിന്നെ അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് വേറെ പാറ്റേൺസിനെ പറ്റി പഠിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ 3 ഞാനിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, രണ്ടാമത് പറഞ്ഞതാണ് എൻ പാറ്റേൺ അല്ലെ എം പാറ്റേൺ കിട്ടുന്നത്. പിന്നെ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കേൾക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇത് മനസ്സിൽ കണ്ടോണം. ഇങ്ങനെ ആയിരിക്കും സാധാരണ രീതിയിൽ വരാറുള്ളത് ചാർട്ടിനകത്തിൽ. ഞാൻ വരയ്ക്കേണ്ട എളുപ്പം കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഓക്കെ, ഇതാണല്ലേ എം പാറ്റേൺ എന്ന് പറഞ്ഞത് അല്ലേ? സോറി, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞത്. ഹെഡ് ആൻഡ് ഷോൾഡർ എന്തുവാ? താഴേന്ന് ഇതുപോലെ മേലോട്ട് കയറി വരുന്ന ഒരു മാർക്കറ്റ്. അതായത് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് എൻ പാറ്റേണിന്റെ ഒരു വകഭേദമാണ്. ഇതിനകത്തിൽ നമുക്കൊരു എൻ പാറ്റേൺ കാണാം, എം പാറ്റേൺ കാണാം. അപ്പം ഒരു താഴേന്ന് കയറി വരുന്ന ഒരു മാർക്കറ്റ് എം ആണോ എൻ ആണോ ഹെഡ് ആൻഡ് ഷോൾഡർ ആണോ എന്ന് തിരിച്ചറിയുന്നതെല്ലാം ഈ പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. താഴേന്ന് കയറി വരുന്ന ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ഫോർമേഷൻ കിട്ടി, ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ പകുതി പോലെ ഇങ്ങനെ ഒരു ഫോർമേഷൻ നമുക്ക് കിട്ടി വിചാരിച്ചു. ഇങ്ങനെ ഒരു ഫോർമേഷൻ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മുടെ കൺഫർമേഷൻ എന്തുവാ? നമുക്ക് കൺഫർമേഷൻ വേണം. എങ്ങനെ കൺഫർമേഷൻ വേണം? ഈ പോയിന്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ഈ പോയിന്റ് ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിങ്ങനെ ഒരു ഫോർമേഷൻ വന്ന് ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പോയിന്റ് താഴോട്ട് ക്രോസ് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പോയി. അത് പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകും. ഇല്ല, ഇവിടുന്ന് പിന്നെ ഇവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോയപ്പോഴും നമ്മൾ മുമ്പേ പഠിച്ച എൻ പാറ്റേൺ മാർക്കറ്റില് ഈ പോയിന്റ് ക്രോസ് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പോയി ഇല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കിട്ടി. നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു, താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് ഇങ്ങനെ കയറി വന്ന് തിരിച്ചിറങ്ങി സപ്പോർട്ട് എടുത്ത്, അതായത് ഡബിൾ ബോട്ടം, നമുക്ക് രണ്ട് ബോട്ടം കിട്ടി ഇവിടെ ഇല്ലേ? ഡബിൾ ബോട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ക്രോസ് ചെയ്ത് താഴോട്ട് പോയാൽ പോയി. ഇല്ല, ഇവിടുന്ന് ഡബിൾ ബോട്ടം കിട്ടിയാൽ തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു ഇല്ലേ? ഇത് ക്രോസ് ചെയ്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പൊ ഇത് എൻ ഫോർമേഷൻ ആയി ഇല്ലേ? എൻ ഫോർമേഷൻ ആയതിനു ശേഷം ഈ എൻ ഫോർമേഷൻ കഴിഞ്ഞ് നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു പോയിന്റ് ചെന്ന് നിന്നിട്ട് അവിടുന്ന് നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി വിചാരിച്ചു.
അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചോണം ഇതൊരു എന്താണ് ഒരു ഈ പാറ്റേണിന്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞ പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ, സോറി, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഈ ആണെന്ന് അതിന്റെ ഫോർമേഷൻ ആണെന്ന് നമ്മൾ ധരിച്ചോണം. നമ്മൾ ഇവിടം വരെ ആയുള്ളൂ, നമുക്കൊന്നും അറിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ ഒരു എൻ ഫോർമേഷൻ വന്നതിന് ശേഷം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ ഒരു ഈ പാറ്റേണിലേക്ക് വരുവാണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരണം. എവിടെ പോയിന്റ് ഏതെങ്കിലും ഇവിടുന്ന് എൻ ക്രോസ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ചെന്നതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം? ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ മാർക്കറ്റിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റിലെത്തി മാർക്കറ്റ് അവിടെ തിരിച്ചിറങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ തിരിച്ചിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പി ട്രേഡ് എടുക്കുന്നത് ഇല്ലേ, ഒരു സെല്ലാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പി ട്രേഡ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ആ പി ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എവിടെ ആയിരിക്കും? ഈ എൻ പാറ്റേണിന്റെ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് നമുക്ക് ഇവിടെ ആയിരിക്കും, ഈ പോയിന്റിലായിരിക്കും. ഓക്കെ, ഈ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ആയിരിക്കും. എൻ പാറ്റേൺ ഫോം ചെയ്തു ഒരു പോയിന്റിൽ നേരെ തിരിച്ചിറങ്ങുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വന്ന എൻ പാറ്റേണിന്റെ ഈ ടോപ്പിലായിരിക്കും. ഈ ടോപ്പിൽ വന്നു. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും നമ്മൾ റീകൺഫേം ചെയ്യണം. ഇവിടുന്ന് നേരെ താഴോട്ടാ വരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പാറ്റേണിന്റെ ഓൾമോസ്റ്റ് ആ ഒരു 70% ഫോർമേഷൻ ആയി ഇവിടെ വരെ വരുമ്പോൾ ഇല്ലേ. അങ്ങനെ ഇവിടെ വരെ വന്നു കഴിഞ്ഞ ശേഷം മാർക്കറ്റ് വീണ്ടും ഇവിടെ തിരിച്ച് ഇതുപോലെ തന്നെ ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇത്രയും ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ പറഞ്ഞേ? ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഫോർമേഷൻ മനസ്സിലായല്ലോ? ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സമയം ഒത്തിരി പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇനി ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. ഇത് നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചാക്കിയിട്ടാൽ മതി. അതായത് മോളിന്ന് വര വരുന്നു, മോളിന്ന് വര വരുന്നു, നേരെ ഇങ്ങനെ പോയി, നേരെ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതിനാണ് ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി? ഞാൻ മുമ്പേ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. മറ്റേ മാർക്കറ്റ് താഴെ നിന്ന് കയറി വരുന്ന മാർക്കറ്റ് ആയിരുന്നു. ഇത് മോളിൽ നിന്ന് വരുന്ന മാർക്കറ്റ്. ഓക്കെ, മോളിൽ നിന്ന് വീണ് വരുന്ന മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു ഒരു വി ഫോർമേഷൻ വന്നു, ഒരു വി ഫോർമേഷൻ. അപ്പുറത്ത് നമ്മൾ എൻ ഫോർമേഷൻ ആയിരുന്നു, ഇതൊരു വി ഫോർമേഷൻ. ഈ വി ഫോർമേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വി ഫോർമേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ശരിയല്ലേ? ഇവിടുന്ന് ഒരു പോയിന്റ് കിട്ടി. ഇനി അടുത്ത പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടി തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ തുടക്കമാണെന്ന് നമ്മൾ വിചാരിച്ചോണം. ആദ്യം ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ഉള്ള ചാൻസസും ഉണ്ട്. അതായത് ഇങ്ങനെ വന്നു, താഴെ വന്നു, ഒരു പോയിന്റ് കിട്ടി. പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു ഇല്ലേ, ഒരു ട്രേഡ് എടുത്തു. നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണോ ഡബ്ല്യു ഫോർമേഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യണം. അതെങ്ങനെ കൺഫേം ചെയ്യും? നമ്മൾ ഈ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറുന്നുണ്ടോ നോക്കണം. അതായത് ഡബിൾ ബോട്ടം, ഇവിടെ ഡബിൾ ബോട്ടം ഫോർമേഷൻ ഉണ്ടോ? ഇവിടെ വന്നു, ഇങ്ങനെ കയറി, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ നേരെ താഴെ ഇത് ക്രോസ് ചെയ്ത് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് സെക്കൻഡ് ടാർഗറ്റ് ഇവിടം വരെ ഏത് പോയിന്റിലാണ് നിന്ന് തിരിഞ്ഞു കയറുന്ന അവിടം വരെയാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. ഇനി അല്ല, ഇവിടെ വന്ന് ഈ ലൈൻ സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ഇതെന്തുമായി? ഒരു ഡബ്ല്യു ഫോർമേഷൻ ആയി. ശരിയല്ലേ? ഒരു ഡബ്ല്യു ഫോർമേഷൻ. അങ്ങനെ ഡബ്ല്യു ഫോർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡബ്ല്യു ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അപ്പൊ അങ്ങനെ ഡബ്ല്യു ഫോർമേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു മോളിന്ന് വരുന്ന മാർക്കറ്റാന്ന് പറഞ്ഞു. ഇത് എവിടുന്നാണ് ഈ മാർക്കറ്റ് തുടങ്ങിയത്? ഓക്കെ, എവിടുന്നാണ് തുടങ്ങിയത്? ഈ ഡബ്ല്യു ഇത് അവിടം വരെ പോകും. ഈ സാധനം ഡബ്ല്യു ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായി? ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഇല്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പ് ഫോർമേഷൻ വന്നു.
വീണ്ടും താഴോട്ട് വന്നു, ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ല, ഇവിടുന്ന് തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേഷൻ ആയി. ഈ ഡബിൾ ബോട്ടം ക്രിയേഷനിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ ഡബ്ല്യു ഫോർമേഷൻ ആയി. ഇവിടുന്ന് പിന്നെയും ക്രോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഈ ഫോൾ സ്റ്റാർട്ട് ചെയ്തത് ഈ പോയിന്റ് ഇത് അവിടെ തന്നെ വന്ന് നിൽക്കും. അങ്ങനെയാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളതും പ്രീവിയസ് ചാർട്ടുകൾ നമ്മൾ കാണുന്നതും. ഓക്കെ, അപ്പം അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഡബ്ല്യു ഫോർമേഷൻ നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി ഇതിപ്പോൾ ഒത്തിരി നീണ്ടുപോയി, അപ്പോൾ ഇത് ഞാൻ ഉടപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ദിവസം നമ്മൾ ഈ പറഞ്ഞ സംഗതികൾ ഇതിന്റെ പാർട്ടായിട്ട് തന്നെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. ഈ ഫോർമേഷൻ എല്ലാം നമുക്ക് ചാർട്ടിനകത്തിൽ എവിടെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം. അതൊരു പാർട്ട് 2 ക്ലാസ് ആയിട്ട് നമുക്ക് വേറൊരു ദിവസം വെക്കാം. അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് കമന്റ് ചെയ്താൽ മതി. നമുക്കതിന് എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോക്കകത്ത് ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ സംശയങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതിന്റെ പാർട്ട് 2 വീഡിയോക്കകത്തിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് കേട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.